നമസ്കാരം. കേരളയിൽ വരും കേട്ടോ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണിത്. കടത്തിലെങ്കിലും 63,000 കോടി ചിലവിൽ പിണറായി സർക്കാർ കണ്ട സ്വപ്നം, ആ ദിവാസ്വപ്നം ഇനി പഴങ്കഥ. കേരളയിൽ ഇനി വരില്ല. മഞ്ഞക്കുറ്റികൾ പോരാട്ട വീര്യത്തിന്റെ ഓർമ്മശിലകളാകും. അതിവേഗ യാത്രാ സംവിധാനം വേണമെന്നതിൽ തർക്കമില്ല. പക്ഷേ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ, ജനങ്ങളുടെ കണ്ണീര് വീഴാതെ. ടോപ് 10 ആരംഭിക്കുന്നു. സമഗ്രമായി നോക്കാം. ആദ്യം ഇന്നത്തെ 10 പ്രധാന തലക്കെട്ടുകൾ. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. സംസ്ഥാനത്തിന് സിൽവർ ലൈൻ പദ്ധതിയില്ല. എല്ലാ വിജ്ഞാപനവും സർക്കാർ റദ്ദാക്കി. മഞ്ഞക്കുറ്റികൾ മാറ്റും. കേസുകൾ പിൻവലിക്കാൻ ശുപാർശ ചെയ്യും. സ്വാഗതം ചെയ്ത് സമരസമിതി. വിജയം കണ്ട് PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ മന്ത്രിസഭാ തീരുമാനം. ചികിത്സാ പിഴവിൽ മരിച്ച വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ആശ്വാസമെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു അമൃത വാർത്തകളോട്. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയ്ക്ക്. സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പ്. AP അനിൽകുമാറിന് റവന്യൂ, എക്സൈസ്, സഹകരണ വകുപ്പുകൾ M ലിജുവിന്. CP ജോണിന് ഗതാഗതം, ഫിഷറീസ് ലീഗിന്. വിദ്യാഭ്യാസവും ന്യൂനപക്ഷക്ഷേമവും N ഷംസുദ്ദീന്. ഇന്ത്യ ഇറ്റലി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ധാരണ. പ്രതിരോധം, ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സമുദ്രമേഖലകളിൽ വൻ സഹകരണം നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയാൻ സംയുക്ത പദ്ധതി. ട്രംപിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിൽ. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള കാരണം പിണറായിയുടെ ധാർഷ്ട്യമെന്ന് നേതാക്കൾ. തിരുത്തി മുന്നോട്ട് പോകുമെന്ന് MV ഗോവിന്ദൻ. എറണാകുളം മലയിടം തുരുത്തിൽ പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനിടെ വൻ സംഘർഷം. പ്രതിഷേധത്തെ തുടർന്ന് നടപടി നിർത്തിവെച്ചു. കുടിയൊഴിപ്പിക്കുന്നത് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം. മിൽമ പാൽവില കൂട്ടി. ലിറ്ററിന് 4 രൂപ കൂടും. തീരുമാനം മിൽമ ഡയറക്ടർ ബോർഡിൽ. പുതിയ വില ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ. 3 രൂപ 35 പൈസ കർഷകന് ലഭിക്കുന്ന രീതിയിലാണ് വില വർധനയെന്ന് മിൽമ. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് 20 ദിവസത്തെ പരോൾ അനുവദിച്ചു. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാവ് VK നിഷാദിന് വീണ്ടും പരോൾ. 6 മാസത്തിനിടെ നിഷാദിന് പരോൾ ലഭിച്ചത് 3-ാം തവണ. പെരിയ കേസിലെ പ്രതികൾക്ക് പരോൾ നൽകിയത് കലാപ നീക്കത്തിനെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ. IPL-ൽ കൊൽക്കത്തയ്ക്കെതിരെ മുംബൈ 6-ന് 104 റൺസ് എന്ന നിലയിൽ. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ കൊൽക്കത്തയ്ക്ക് ജയം അനിവാര്യം. നീറ്റ് പുനഃപരീക്ഷ സുതാര്യമായും സുരക്ഷയോടെയും നടത്താൻ കേന്ദ്ര നിർദ്ദേശം. പിഴവുകൾ പൂർണ്ണമായി പരിഹരിക്കണമെന്ന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി. സ്റ്റോറി ഓഫ് ദി ഡേ. കമ്പം തോന്നും തോട്ടങ്ങളും കാണാം. കേരളയിൽ ഇനിയില്ല. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനവും റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. മഞ്ഞക്കുറ്റി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി.
കേരളത്തിന്റെ സാമൂഹ്യ പാരിസ്ഥിതിക ഭൂമികയിൽ ആശങ്കയായി മാറിയ മഞ്ഞക്കുറ്റികൾ ഇനി ചരിത്രം. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. സിൽവർ ലൈനിന് പകരം സ്പീഡ് കോറിഡോർ, അതിവേഗ ഇടനാഴി എന്നിവയും പരിഗണനയിലുണ്ട്. പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് സിൽവർ ലൈൻ വേണ്ടെന്ന് വെച്ചതെന്നും UDF സബ് കമ്മിറ്റി പഠിച്ച് വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി വേണ്ടെന്ന് വെച്ചതെന്നും സതീശൻ പറഞ്ഞു. PSC റാങ്ക് ലിസ്റ്റ് നീട്ടിയതും ആശ്വാസമായി. 2026 ഓഗസ്റ്റ് 31 അകം കാലാവധി അവസാനിക്കുന്ന എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCയോട് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. വിഷൻ 2031 നടപ്പിലാക്കും. 100 ദിവസത്തെ കർമ്മ പദ്ധതി ജൂൺ 1 ആരംഭിക്കും. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന. പത്മ പുരസ്കാര ശുപാർശ സമർപ്പിക്കാൻ സമിതി നിർമ്മിക്കും. ചികിത്സാ പിഴവ് മൂലം മരിച്ച കൊല്ലത്തെ വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. IAS ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടികൾ പുനഃപരിശോധിക്കും. 3 മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ സ്വപ്ന പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകുമെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതി പിൻവലിക്കാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് സമരസമിതികൾ. നീതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ സമരങ്ങളുടെയും ജനകീയ ചെറുത്തുനിൽപ്പുകളുടെയും വിജയമായാണ് സമരസമിതി ഈ തീരുമാനത്തെ കാണുന്നത്. 529.45 കിലോമീറ്റർ ദൂരത്തിൽ 4 മണിക്കൂറിൽ താഴെ ദൈർഘ്യത്തിൽ യാത്ര ചെയ്യാവുന്ന അർദ്ധ അതിവേഗ പാതയായാണ് കേരയിൽ വിഭാവനം ചെയ്തിരുന്നത്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതോടെ വലിയ സന്തോഷത്തിലാണ് കേരയിൽ വിരുദ്ധ സമരസമിതി നേതാക്കൾ. കഴിഞ്ഞ 7 വർഷമായി സിൽവർ ലൈൻ കടന്നുപോകുന്ന മേഖലയിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്നും പദ്ധതി റദ്ദാക്കിയ നടപടി സ്വാഗതാർഹമാണെന്നും സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. വളരെ സ്വാഗതാർഹമായ തീരുമാനമാണ്. ഞങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. അടുത്ത ക്യാബിനറ്റിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ 7 വർഷമായി വളരെ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ ലൈൻ കടന്നു പോകുന്ന മേഖലകളിലെ ജനങ്ങൾ. അതിനൊരു പരിഹാരമുണ്ടായി എന്നുള്ളത് സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. കേരയിൽ സ്ഥലം ഏറ്റെടുപ്പിന് കല്ലിടുന്നതിനിടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു വരെ പ്രതിഷേധം നടത്തിയ ജില്ലയാണ് കൊല്ലം. സ്ഥലം ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് 3 കുടുംബങ്ങളാണ്. പാടശേഖരങ്ങളും പ്രധാന ജലസ്രോതസ്സുകളും ഉൾപ്പെടുന്ന ഏകദേശം 87 ഹെക്ടർ സ്ഥലമാണ് ഇതിനായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. പദ്ധതി പിൻവലിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരവിപേരൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് നടത്തിയ സമ്മേളനം കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരയിൽ പദ്ധതി റദ്ദാക്കിയ സർക്കാർ തീരുമാനത്തെ ആവേശത്തോടെയാണ് വിവിധ സ്ഥലങ്ങളിലെ സമരസമിതി പ്രവർത്തകർ സ്വീകരിച്ചത്. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും സമരസമിതി തങ്ങളുടെ വിജയം ആഘോഷിച്ചു. മുഖ്യമന്ത്രി VD സതീശനുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ പദ്ധതി റദ്ദാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതായി സമരസമിതിയുടെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചപ്പോൾ മുതൽ തുടങ്ങിയ സമരങ്ങൾ, വീടിനുള്ളിൽ പോലും മഞ്ഞക്കുറ്റി സ്ഥാപിച്ചുകൊണ്ടുള്ള സ്ഥലമെടുപ്പ്, 6 വർഷത്തോളം നീണ്ട വിജയത്തിന്റെ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു സമരസമിതി പ്രവർത്തകർ. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ മധ്യ കേരളത്തിൽ ഏറ്റവും വലിയ സമരം നടന്നതിൽ ഒന്ന് കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ്. പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ മാടപ്പള്ളിയിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോലീസ് കയ്യേറ്റം ചെയ്യുകയും റോഡിലൂടെ വലിച്ചിഴക്കുകയും ചെയ്തിരുന്നു. നിരവധി പേർക്കെതിരെ പോലീസ് കേസുകളും നിലവിലുണ്ട്. ചുവപ്പുനാടയിൽ കുടുങ്ങിയ 400 വീടുകളാണ് പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനത്തിലൂടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞതെന്ന് പോലീസ് അതിക്രമത്തിനിരയായ റോസ്ലിൻ പ്രതികരിച്ചു. അതിയായ സന്തോഷം. കാരണം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങളാണ് ഞങ്ങൾക്ക് തിരികെ കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു ഭവനം മാത്രമല്ല, 400 കുടുംബങ്ങൾ, 400 ഭവനങ്ങൾ സന്തോഷിക്കുന്നു. അതിലെത്ര കുടുംബങ്ങളുണ്ടോ അത്രയും കുടുംബങ്ങളും ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു വലിയ ആഘോഷ ദിവസമാണിത്. ഞങ്ങൾ ആഘോഷമാക്കി മാറ്റും. പിന്നെ ഇതിൻ്റെ വിജ്ഞാപനം പിൻവലിച്ച ശേഷം ഞങ്ങൾ ഈ സമരപ്പന്തൽ പൊളിക്കും. അന്ന് VD സതീശൻ സാർ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ അങ്കമാലി, കീഴ്മാട്, പൂക്കാട്ടുപടി, ചോറ്റാനിക്കര എന്നിവിടങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. മുഖ്യമന്ത്രി VD സതീശനുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ പദ്ധതി റദ്ദാക്കുമെന്ന ഉറപ്പ് ലഭിച്ചിരുന്നതായി സമരസമിതിയുടെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പറഞ്ഞു. ഇന്നലെ ഉച്ച കഴിഞ്ഞ്
ഞങ്ങൾ അദ്ദേഹത്തെ ഓഫീസിൽ പോയി സന്ദർശിക്കുകയും സമരസമിതിയുടെ പേരിലുള്ള മെമ്മോറാണ്ടം അദ്ദേഹത്തിന് നൽകുകയും ആ മെമ്മോറാണ്ടം സ്വീകരിച്ച ഉടനെ തന്നെ അദ്ദേഹം വേണ്ടത് ചെയ്യാമെന്ന് ആ കാര്യത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ചെങ്ങന്നൂർ കൊഴുവല്ലൂരിലെ തങ്കമ്മയുടെ വീട് പൊളിച്ചു നീക്കിയാണ് അന്നത്തെ സർക്കാർ കുറ്റി നാട്ടിയിരുന്നത്. വീട് പൊളിച്ചു നീക്കിയെങ്കിലും പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന മന്ത്രി സജി ചെറിയാന്റെ വാഗ്ദാനവും വെറുതെയായി. പിന്നീട് സമരസമിതിയുടെ നേതൃത്വത്തിലാണ് തങ്കമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. പുതിയ സർക്കാരിന്റെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് തങ്കമ്മ പ്രതികരിച്ചു. എൻ്റെ അനുവാദം എൻ്റെ പേര് കിടക്കുന്ന വസ്തുവിനകത്ത് കല്ലിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായി എതിർത്തു. അന്നിരുന്ന വനിതാ പോലീസൊക്കെ എന്നെ ഞെക്കി. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് നിന്നവരൊക്കെ തോമസ് സൈബർഗാ സാറൊക്കെ എന്നെ പിടിച്ചു. അല്ലെങ്കിൽ ഞാൻ മറിഞ്ഞ് ബോധം കെട്ട് വീണേനുമായിരുന്നു. അത്രമേൽ അനുഭവിച്ചതാണ് ഈ കുറ്റി വിളിച്ചപ്പോൾ. ഒത്തിരി നന്ദിയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. കേരയിൽ പദ്ധതി വിജ്ഞാപനം റദ്ദാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് കേരയിലിനെതിരെ ആദ്യമായി സമരം ആരംഭിച്ച കോഴിക്കോട് കാട്ടിലപ്പീടികയിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നു. കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ കല്ലായിപ്പുഴ തീരത്ത് പദ്ധതിക്ക് റീത്ത് സമർപ്പണം നടന്നു. പയ്യാനക്കൽ, ചക്കുംകടവ് ഭാഗങ്ങളിലും മഞ്ഞ റെയിൽ കുറ്റി പറിച്ചെറിയലും ആഹ്ലാദ പ്രകടനവും നടന്നു. കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായ കേരയിൽ സംസ്ഥാന മന്ത്രിസഭ പൂർണ്ണമായും റദ്ദാക്കിയ വാർത്തയറിഞ്ഞ് സമരം ആരംഭിച്ച കോഴിക്കോട്ട് കാട്ടിലപ്പീടികയിലെ സമരപന്തലിലേക്ക് നിരവധി പ്രവർത്തകരാണ് എത്തിയത്. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ച തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കുമെന്ന സൂചന മുഖ്യമന്ത്രി നേരത്തെ തന്നെ നൽകിയിരുന്നുവെന്ന് സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. ഞങ്ങളുടെ സമരത്തിൽ മുമ്പന്തിൽ നിന്ന് നയിച്ചിട്ടുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹം തീർച്ചയായിട്ടും ഈ അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളയിൽ ഉണ്ടാവില്ല എന്ന് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ പ്രകടന പത്രികയിൽ പറഞ്ഞതുമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷം. പടക്കം പൊട്ടിച്ചും മധുരം പങ്കുവെച്ചുമാണ് പ്രത്യേക മന്ത്രിസഭാ തീരുമാനത്തെ പ്രവർത്തകർ സ്വീകരിച്ചത്. പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് സമരത്തിന്റെ ഭാഗമായി കേസിൽ ഉൾപ്പെട്ടവർ. ആ കേസുകൾ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ അവരുടെ ഒരു ജനകീയ ഭരണത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ മമതയാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. വലിയ സന്തോഷവും വലിയ ആശ്വാസവും ഇത് പിൻവലിച്ചതിൽ ഞങ്ങൾക്കുണ്ട്. കാട്ടിലപ്പീടിക, കോഴിക്കോട് കല്ലായി, പള്ളിക്കണ്ടി എന്നിവിടങ്ങളിലെല്ലാം കേരളിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. കുണ്ടുങ്ങൽ ഭാഗത്ത് കല്ലായി പുഴത്തീരത്ത് പദ്ധതിക്ക് റീത്ത് സമർപ്പണവും മധുരപലഹാര വിതരണവും നടന്നു. ഇത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ സ്വാഗതാർഹം മാത്രമല്ല, മാനസികമായിട്ടുള്ള സംഘർഷം കൂടി മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുക. കാരണം അവരുടെ ജീവനും സ്വത്തും പോലും നഷ്ടപ്പെടുക. ഒരു വീട് നിർമ്മിക്കാനോ ഇപ്പോൾ വേറെ മറ്റെന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാനോ സാധിക്കാത്ത രീതിയിൽ പ്ലാൻ പോലും ലഭിക്കാത്ത അവസ്ഥയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കല്ലായിൽ സ്ഥാപിച്ച മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ബബിൻ രാജ്, മണ്ഡലം പ്രസിഡന്റ് സാദിഖ്, ചക്കംകടവ് കൗൺസിലർ സ്മിത ഷിൽജി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആഹ്ലാദ പ്രകടനം. UDF പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടെയാണ് VD സതീശൻ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. കാട്ടിലപ്പീടികയിലെ ഈ സമരപന്തലിൽ വലിയ തരത്തിലുള്ള ആഘോഷങ്ങളാണ് നടന്നിട്ടുള്ളത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സൂചിപ്പിച്ച പോലെ തന്നെ ഇടത് സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം, പ്രതിഷേധം, സമരവും ഒക്കെ ആയിരുന്നു സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട സമരം. അടുക്കളയിലും വീട്ടുമുറ്റത്തും ഒക്കെ ഉയർന്ന മഞ്ഞക്കല്ലുകൾ ഉറക്കം കെടുത്തിയ നാളുകളുണ്ടായിരുന്നു പല മനുഷ്യർക്കും. കിടപ്പാടം പോലും നഷ്ടമാകുമെന്ന് കരുതിയ അലമുറയിട്ട് കരഞ്ഞവരെ കേരളം കണ്ടതാണ്. കടം വീട്ടാൻ സ്വന്തം ഭൂമി പോലും വിൽക്കാനാവാത്തവരുണ്ടായിരുന്നു. അങ്ങനെ സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകാതെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന്, ഒരു ഇടത് സർക്കാരിൽ നിന്ന് ഒരിക്കലും കേരളം പ്രതീക്ഷിച്ചിരുന്ന നടപടിയല്ല പിണറായി സർക്കാരിൽ നിന്നുണ്ടായത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ജനവികാരം തന്നെയാണ് ഇന്നത്തെ ഈ ആശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സമരസമിതി പ്രവർത്തകരുടെ കാഴ്ച കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടത്. കേന്ദ്ര സർക്കാർ അനുമതി ലഭിക്കാത്തതിനാൽ കേരയിൽ നേരത്തെ തന്നെ നിർത്തിവെച്ച പദ്ധതിയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. ബാംഗ്ലൂർ മോഡലിൽ വലിയ കടന്നുകയറ്റമാണ് എറണാകുളം ജില്ലയിൽ പാവപ്പെട്ടവർക്ക് നേരെ പോലീസ് അതിക്രമം നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സിൽവർ ലൈൻ മുമ്പ് തന്നെ ഒഴുക്കി വെച്ച് നിർത്തി പോയതാണല്ലോ. കാരണം അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയില്ല. കേരളത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിശക്തിയായിട്ട് അന്നും ശക്തിയായിട്ട് നിർത്തും.
ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പരിപാടി, ഒരു കേരളത്തിൻ്റെ വളർച്ച ഒരു 25 വർഷം അപ്പുറത്തേക്ക് കണ്ട് പ്ലാൻ ചെയ്ത പ്രവർത്തനമാണ് വഴിക്ക് വെച്ചത്. കേരയിൽ പദ്ധതി റദ്ദാക്കിയ സർക്കാർ തീരുമാനത്തിൽ വിമർശനവുമായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. വേഗത്തിൽ യാത്ര ചെയ്യണമെന്ന കേരളീയരുടെ ആഗ്രഹത്തെ തള്ളിക്കെടുത്തരുത്. കേരയിൽ എന്ന പേര് പറയേണ്ട, വേറെ പേരിട്ടോട്ടെ എന്നും മഞ്ഞക്കുറ്റി പിഴുത് വേറെ കുറ്റി അടിച്ചോട്ടെ എന്നും ബാലഗോപാൽ പ്രതികരിച്ചു. കേരളത്തിൽ വേഗതയേറിയ യാത്രാ സൗകര്യങ്ങൾ വേണം, അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതി ഉപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ വേഗത്തിൽ പോകാനുള്ള ആഗ്രഹങ്ങളെ തല്ലിക്കെടുത്താൻ പാടില്ല. അങ്ങനെ തല്ലിക്കെടുത്താനായിട്ടാണെങ്കിൽ ഉപേക്ഷിക്കുന്നത് തെറ്റാണ്. യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ആ മഞ്ഞക്കുറ്റി പിഴുതൂരും എന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാകാനായിട്ട് മഞ്ഞക്കുറ്റി പിഴുതൂരി വേറെ കളറുള്ള കുറ്റി അടിച്ചോട്ടെ, അല്ലെ കുറ്റി അടിക്കാതിരിക്കട്ടെ. യാത്രാ സൗകര്യം വേണം. ഈ ഒറ്റ പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ. യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണെങ്കിൽ ജനങ്ങൾക്കത് സൗകര്യപ്രദമാവില്ല. പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതി സ്വപ്ന പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ. ചർച്ചകൾക്കും വിവാദങ്ങൾക്കും സമര പരമ്പരകൾക്കുമൊക്കെ ഒടുവിൽ പദ്ധതി പിൻവലിക്കാൻ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഇതിനോടകം 2 മന്ത്രിസഭായോഗമാണ് ചേർന്നത്. ജനപ്രിയ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഈ ആദ്യഘട്ടത്തിൽ നിസ്സംശയം പറയാം. VDS സർക്കാരിന്റെ തുടക്കം എങ്ങനെ പ്രതീക്ഷ കാത്തു? അതൊക്കെ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? നമ്മൾ ഈ VD സതീശൻ സർക്കാരിൻ്റെ 2ാമത് മന്ത്രിസഭാ യോഗവും വളരെ ജനപ്രിയമായ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം 2020 കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പദ്ധതി തന്നെ വിജ്ഞാപനം തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ഭൂമി ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെ പദ്ധതിയുടെയും വിജ്ഞാപനം റദ്ദാക്കുകയാണ് ആദ്യത്തെ തീരുമാനം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുടെ കാര്യത്തിലും ആ കേസുകൾ പിൻവലിക്കുന്നതിനും തീരുമാനമായിരിക്കുന്നു. ഒപ്പം 100 ദിന കർമ്മ പദ്ധതികൾ, അത് വളരെ വേഗത്തിൽ തീർപ്പാക്കുന്ന പദ്ധതികൾ, എല്ലാ വകുപ്പുകളിലെയും വളരെ വേഗത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ, അത് 100 ദിന കർമ്മ പദ്ധതികളായി നടപ്പാക്കാനുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ തീരുമാനവും ഏറെ ജനകീയമായ ഒരു തീരുമാനം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഒപ്പം തന്നെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കേരളയിൽ. അങ്ങനെ ഈ ഇതിനു മുമ്പത്തെ ആണെങ്കിൽ ഗ്യാരണ്ടികൾ, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ഗ്യാരണ്ടികൾ ഉൾപ്പെടെ ആ ഗ്യാരണ്ടികൾ 2 എണ്ണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അത്തരം തീരുമാനങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ ജനപ്രിയമായ തീരുമാനങ്ങളാണ് ഈ കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗത്തിലൂടെയും പുറത്തു വന്നത്. നിലവിൽ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളാണ് എന്നത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറങ്ങിയില്ലെങ്കിലും ഇത്തരം പദ്ധതികൾ, ആ പദ്ധതികളൊക്കെയും തന്നെ ജനങ്ങൾക്ക് ഏറെ അവർ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഏതൊക്കെ സമരങ്ങൾക്കാണോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്കെതിരെയാണോ അവർ രംഗത്തെത്തിയിരുന്നത് അവയൊക്കെയും തന്നെ ഇപ്പോൾ ഒന്നുകിൽ റദ്ദാക്കുകയോ ഇല്ലെങ്കിൽ അവ സംബന്ധിച്ചുള്ള അന്വേഷണം, നേരത്തെ നമുക്കറിയാം ഈ ഗൺമാന്മാരുടെ മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ SIT രൂപീകരിച്ചതുൾപ്പെടെ ഏതൊക്കെ കാര്യങ്ങളിൽ കൃത്യമായ പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിരുന്നു. ആ പ്രതിഷേധത്തിനും ഒപ്പം തന്നെ തങ്ങൾ ഏറ്റെടുത്ത സമരങ്ങളുടെ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവർ ഇപ്പോൾ. ശരി, എന്തായാലും രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സിൽവർ ലൈൻ നടപ്പാക്കില്ലെന്ന് തന്നെയാണ് UDFന്റെ നിലപാട്. എന്നാൽ കേരളത്തിന് അതിവേഗ യാത്രാ സംവിധാനം വേണമെന്നതിൽ മുന്നണിക്കോ സർക്കാരിനോ ഒന്നും സംശയമില്ല. സമഗ്രമായ ചർച്ചകൾക്ക് ശേഷം പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയും ജനങ്ങളെ ദുരിതത്തിലാക്കാതെയും ഒക്കെ പുതിയ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും UDFന്റെ മനസ്സിലുള്ളത് എന്താണ് എന്ന് കാത്തിരുന്ന് കാണാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. ഒടുവിൽ 3ാം നാൾ തീരുമാനം മന്ത്രിമാർക്ക് വകുപ്പുകളായി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. സർക്കാർ അധികാരമേറ്റ് 3 ദിവസമായിട്ട് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരുന്നില്ല. വകുപ്പ് വിഭജനത്തിൽ തർക്കം തുടരുന്നതായിരുന്നു പ്രതിസന്ധിയുടെ കാരണം. ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട VD സതീശൻ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ സമ്പൂർണ്ണ വകുപ്പ് വിഭജനം ഔദ്യോഗികമായി പൂർത്തിയായി. ആദ്യഘട്ടത്തിൽ പ്രചരിച്ചിരുന്ന വകുപ്പുകളുടെ പട്ടികയിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റമാണ് അന്തിമ പട്ടികയിലുള്ളത്. സുപ്രധാന വകുപ്പുകളായ പൊതുഭരണം, ധനം, നിയമം, തുറമുഖം എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി VD സതീശൻ കൈകാര്യം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പും IT-യും കൈകാര്യം ചെയ്യും. UDFിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം
കൈകാര്യം ചെയ്യും. നേരത്തെ സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും വൈദ്യുതി വകുപ്പാണ് അന്തിമമായി നൽകിയത്. റവന്യൂ വകുപ്പ് AP അനിൽകുമാർ കൈകാര്യം ചെയ്യും. കോൺഗ്രസിലെ യുവ നേതാവായ M ലിജു എക്സൈസ് സഹകരണ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുന്നതിനെതിരെ കനത്ത പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അന്തിമ വിജ്ഞാപനത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ VE അബ്ദുൽ ഗഫൂറിനെ തന്നെ ഫിഷറീസ് മന്ത്രിയായി പ്രഖ്യാപിച്ചു. K മുരളീധരൻ ആരോഗ്യവും ദേവസ്വവും കൈകാര്യം ചെയ്യും. മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. ഷിബു ബേബി ജോണാണ് വനം വകുപ്പ് മന്ത്രി. അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്യും. CP ജോൺ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസവും ന്യൂനപക്ഷക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്യും. PC വിഷ്ണുനാഥാണ് ടൂറിസം വകുപ്പ് മന്ത്രി. സാംസ്കാരിക വകുപ്പും അദ്ദേഹം കൈകാര്യം ചെയ്യും. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ബിന്ദു കൃഷ്ണയാണ് തൊഴിൽ വനിതാ ശിശുക്ഷേമ മന്ത്രി. KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യും. PK ബഷീർ പൊതുമരാമത്ത് മന്ത്രിയാണ്. T സിദ്ദിഖ് കൃഷിവകുപ്പും KA തുളസി പിന്നോക്കക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്യും. OG ജനീഷാണ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വകുപ്പ് വിഭജനത്തിൽ തർക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഗവർണർ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പട്ടിക സമർപ്പിക്കാൻ കഴിയാതെ പോയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഞാൻ ചോദിക്കട്ടെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു, അന്ന് രാത്രി ചർച്ചകൾ നടത്തിയത് പൂർത്തിയായി, ലിസ്റ്റ്. ഇന്നലെയാണ് അറിയുന്നത് ഗവർണർ സ്ഥലത്തില്ലാന്ന്. ഗവർണർ രാവിലെ തൃശ്ശൂരിലേക്ക് പോയി, അദ്ദേഹം രാത്രിയാണ് വന്നത്. ഇന്ന് രാവിലെ ഗവർണർക്ക് സമർപ്പിച്ചു. എവിടെയാണ് വൈകിയത്? നേരിട്ട് കൊടുത്തു. ഗവർണർക്ക് കൊടുത്താൽ ഗവർണർ അവിടുന്ന് അപ്രൂവൽ വേണ്ടേ? മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ വീട്ടിലെത്തി സന്ദർശിച്ച് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇടത് കോട്ടയായ കൊല്ലം മണ്ഡലം തിരിച്ചുപിടിക്കാനായത് ബിന്ദു കൃഷ്ണയുടെ മികച്ച പ്രവർത്തനം കൊണ്ടെന്ന് AK ആന്റണി. ലേബർ കോഡ് മൂലം അവകാശങ്ങൾ നഷ്ടപ്പെട്ട തൊഴിലാളികളുടെ അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാതെ ഇരിക്കാൻ തൊഴിലാളികൾക്ക് രക്ഷാകവചമായി മാറാൻ ബിന്ദു കൃഷ്ണയ്ക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. തൊഴിലാളികളുടെ ഈറ്റെന്ന് പറയുന്നത് ആലപ്പുഴയും കൊല്ലവും. ആലപ്പുഴയും കൊല്ലമാണ്. കൊല്ലത്ത് നിന്ന് പൊതിവന്ന കൃഷ്ണനോട് എനിക്ക് ഉപദേശിക്കാനൊന്നുമില്ല, വിജയിച്ചു വരട്ടെ. പിന്നെ വേറൊരു കാര്യം, ലേബർ കോഡ് മൂലം ഇന്ന് അവകാശങ്ങൾ നഷ്ടപ്പെട്ട മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇന്ന് 8, 10, 12 മണിക്കൂർ ജോലി ചെയ്താലും കിട്ടുന്ന തുച്ഛമായ ശമ്പളമാണ്. ആ സ്ഥിതി കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടി ലേബർ കോഡിൻ്റെ കടന്നാക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി തൊഴിലാളികളുടെ രക്ഷാകവചം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോണിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആവേശകരമായ സ്വീകരണം. സമൂഹത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് നിർണായക പങ്കുണ്ടെന്നും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്കമാലിയിലെ ജനങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് ഈ പദവിയിലേക്ക് എത്തിച്ചതെന്നും റോജി M ജോൺ. തീർച്ചയായിട്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ അങ്കമാലിയിലേക്ക് വരുന്നത്. അങ്കമാലിയിലെ ജനങ്ങൾ, പാർട്ടി പ്രവർത്തകരുമൊക്കെ വലിയ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് ഇവിടെ എയർപോർട്ടിൽ നൽകിയത്. വളരെയധികം സന്തോഷമുണ്ട്. ഞാനിന്ന് ഒരു മന്ത്രിയായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാരണം അങ്കമാലിയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജനങ്ങൾ. VD സതീശൻ മുഖ്യമന്ത്രിയായ 16ാം നിയമസഭയുടെ പ്രോംടേം സ്പീക്കറായി G സുധാകരൻ ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ G സുധാകരൻ MLA ആയും പ്രോംടേം സ്പീക്കറായും സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുത്തു. നാളെ നിയമസഭയിൽ MLA-മാർ പ്രോംടേം സ്പീക്കറുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മറ്റന്നാൾ നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിനും പ്രോംടേം സ്പീക്കറാണ് നേതൃത്വം നൽകുന്നത്. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമെന്ന നിലയിലാണ് അമ്പലപ്പുഴ MLA G സുധാകരനെ പ്രോംടേം സ്പീക്കറായി തെരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വിവാദങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി VD സതീശൻ. ജാതിപ്പേര്, വന്ദേമാതരം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. രണ്ടാമത്തെ കാര്യം,
ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആവുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. ഭീകരവാദം തടയാൻ സംയുക്ത പദ്ധതിയുമായി ഇന്ത്യയും ഇറ്റലിയും അടുത്ത 5 വർഷത്തേക്കുള്ള സംയുക്ത കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. റോമിൽ വെച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി നടത്തിയ സുപ്രധാന ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം നിർണായകമായ നയതന്ത്ര മാറ്റത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരു നേതാക്കളും നയതന്ത്ര ബന്ധത്തിലെ സുപ്രധാനമായ മാറ്റം പ്രഖ്യാപിച്ചത്. പ്രതിരോധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കുമെന്നും തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുമെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചു. ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം തടയുന്നതിനായി ഇരു രാജ്യങ്ങളും സംയുക്ത പദ്ധതി പ്രഖ്യാപിച്ചു. ഭീകരവാദം മാനവികതയ്ക്ക് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണെന്ന നിലപാടിൽ ഇന്ത്യയും ഇറ്റലിയും ഒറ്റക്കെട്ടാണെന്ന് മോദി പറഞ്ഞു. യുക്രൈൻ, പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പരിഹരിക്കാനാവൂ എന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചു. ഉടൻ ഇന്ത്യ ഇറ്റലി ഇന്നൊവേഷൻ സെന്റർ ആരംഭിക്കുമെന്നും ഇരു നേതാക്കളും പ്രഖ്യാപിച്ചു. ഇന്ത്യയും ഇറ്റലിയും സമുദ്രശക്തികളായതിനാൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ അടുത്ത സഹകരണം അത്യന്താപേക്ഷിതമാണ്. ഷിപ്പിംഗ്, തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, ലോജിസ്റ്റിക്സ്, ബ്ലൂ എക്കോണമി എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള വിദേശ സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായാണ് മോദി ഇറ്റലിയിലെത്തിയത്. ആചാരപരമായ സൈനിക ബഹുമതികളോടെയാണ് ഇറ്റലി മോദിയെ സ്വീകരിച്ചത്. ഉഭയകക്ഷി ചർച്ചകൾക്ക് മുന്നോടിയായി ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി ജോർജിയ മെലോനിക്ക് മെലഡി മിഠായി മോദി സമ്മാനിക്കുകയും ചെയ്തു. സമ്മാനത്തിന് നന്ദിയെന്ന് ജോർജിയ മെലോനി പ്രതികരിച്ചു. മെലോനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ നരേന്ദ്രമോദിയും പങ്കുവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് നേതാക്കൾ ചർച്ച നടത്തിയതായാണ് വിവരം. തായ്വാൻ വിഷയം, ആണവോർജ്ജം, ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതികൾ എന്നിവയും ചർച്ചയായി. എന്നാൽ പ്രധാന കരാറുകളൊന്നും ഒപ്പുവെച്ചതായി സൂചനയില്ല. മംഗോളിയ വഴി ചൈനയിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന പ്രകൃതിവാതക പൈപ്പ് ലൈനിനെ സംബന്ധിച്ച് ചൈനീസ് ഭരണകൂടവുമായി പൊതുധാരണയിലെത്തിയതായി റഷ്യ അറിയിച്ചു. പദ്ധതിയുടെ പ്രധാന വിശദാംശങ്ങളിലും സമയക്രമത്തിലും തീരുമാനമായില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ഉടമ്പടിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുടിൻ ചൈനയിലെത്തിയത്. ട്രംപിന്റെ ചൈനീസ് സന്ദർശനം കഴിഞ്ഞ് തൊട്ടു പിന്നാലെയുള്ള പുടിന്റെ ചൈനീസ് പര്യടനത്തിന് വലിയ അന്താരാഷ്ട്ര പ്രാധാന്യമുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM നേതൃത്വത്തിനെതിരെ വിമർശനം തുടരുകയാണ്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതിരൂക്ഷ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചേർന്ന ജില്ലാ കമ്മിറ്റിയിലാണ് നേതാക്കൾ ശക്തമായ വിമർശനം ഉയർത്തിയത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്ത തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പതിറ്റാണ്ടിനു ശേഷം പിണറായി വിരുദ്ധ സ്വരം ഉയർന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ ധാർഷ്ട്യമാണ് പ്രധാന പരാജയ കാരണമെന്നും മുഖ്യമന്ത്രിയായുള്ള ശരീരഭാഷ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നുവെന്നും കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന പരാമർശത്തിന് പല അർത്ഥങ്ങളുണ്ടെന്നും നേതാക്കൾ തുറന്നടിച്ചു. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. ഓഫീസിൽ സാധാരണക്കാരന് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും വിമർശനം ഉയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ഉയർന്ന ശരീരഭാഷ ശരിയല്ലെന്ന വിമർശനത്തിന് തന്റെ വീട്ടിൽ നിന്നും വരെ ഇതേ വിമർശനമുണ്ടായതായി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കൂടുതൽ പക്വതയോടെ പെരുമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെയും MV ഗോവിന്ദൻ ന്യായീകരിച്ചു. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തതിനെതിരെ ഉയർന്ന ശബ്ദത്തിനും സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകി. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ചേരുന്ന യോഗങ്ങളിലും നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർട്ടിക്കകത്ത് വിമർശനമുണ്ടാകുമെന്നും വിമർശനങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. പരസ്യമായിട്ടല്ലല്ലോ, പാർട്ടിക്കകത്തല്ലേ. പാർട്ടിക്കകത്ത് വിമർശനം, സ്വയം വിമർശനം എല്ലാം പോകണം എന്നും ആ ഉണ്ടാകുന്ന വിമർശനത്തെയും സ്വയം വിമർശനത്തെയും എല്ലാം സ്വാംശീകരിച്ച് ഫലപ്രദമായി കേരളത്തിലെ പാർട്ടി നല്ലതുപോലെ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജം നൽകും എന്നതാണ് ആ ചർച്ചയിൽ നിന്നും വ്യക്തമാകുന്നത്. വിമർശനം എന്ന് പറയുമ്പോഴും ആരെപ്പറ്റി
CPM പാർട്ടി കമ്മിറ്റികളിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണെന്നും അത് ഒരാളെയോ രണ്ടാളെയോ മാത്രം ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും KN ബാലഗോപാൽ. പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രവർത്തനങ്ങളിൽ തിരുത്തലുകൾ വരുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഇത്തരം വിമർശനങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയങ്ങളുടെ കാരണങ്ങൾ പാർട്ടി വിശദമായി പരിശോധിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർക്കെതിരായ CPM പാർട്ടി യോഗങ്ങളിലെ വിമർശനങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിക്കകത്ത് അതിശക്തമായ ചർച്ചകളും നിശിതമായ വിമർശനങ്ങളും ഉണ്ടാവും. എല്ലാവരെ പറ്റിയും, ഒന്നോ രണ്ടോ പേരെ പറ്റി മാത്രമൊന്നുമല്ല. നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ വിവിധ വകുപ്പുകളെ സംബന്ധിച്ച് നമ്മുടെ താഴത്തെ ഞങ്ങളുടെ നേതൃത്വം മാത്രമല്ല, ഞങ്ങളുടെ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ ഇവരെ പറ്റിയെല്ലാം നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ വരും. ആ ചർച്ച തീർച്ചയായിട്ടും ഞങ്ങളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവവും ഞങ്ങളുടെ പരാജയവും ഞങ്ങളുടെ മുന്നണി വളരെ വിശദമായി നോക്കും. ഓരോ പാർട്ടികളും പ്രത്യേകം ചർച്ച ചെയ്യും.